നമ്മളിൽ ദൈവസ്നേഹമുണ്ടോ എന്ന് അറിയാൻ വിശുദ്ധ ആവിലായിൽ ത്രേസ്യ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു വ്യക്തിക്ക് എത്രയധികമായി അയൽക്കാരനെ സ്നേഹിക്കാൻ സാധിക്കുന്നു, അതനുസരിച്ചായിരിക്കും ദൈവസ്നേഹം നമ്മിൽ നിറയുക. എനിക്ക് എൻ്റെ അയൽക്കാരനെ, എൻ്റെ കൂടെയുള്ളവരെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ദൈവസ്നേഹമില്ല എന്നാണ് പറയുക. കാരണം ഇത് രണ്ടും ഒരുമിച്ച് പോകുന്നതാണ്. ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് എന്നാ ഞാൻ അയൽക്കാരനെ സ്നേഹിക്കുന്നില്ല, അത് പറ്റില്ല. ഒരുമിച്ച് പോകുന്നതാണെന്നാണ് വിശുദ്ധ ആവിലായിൽ അമ്മ ത്രേസ്യ പറഞ്ഞു വെക്കുന്നത്. രണ്ടും ഒരുമിച്ച് പോകണം. എത്ര അധികമായിട്ട് ഞാൻ എൻ്റെ അയൽക്കാരനെ, കൂടെയുള്ളവരെ, എൻ്റെ കുടുംബത്തിലുള്ളവരെ, എൻ്റെ കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ സ്നേഹിക്കുന്നുണ്ടോ, അതനുസരിച്ച് എൻ്റെ ഉള്ളിൽ സ്നേഹം ഇങ്ങനെ ആഴപ്പെട്ടുകൊണ്ടിരിക്കും, സ്നേഹം ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഓർക്കുക, ദൈവസ്നേഹം എന്ന് പറയുന്നത് എൻ്റെ കൂടെയുള്ള സഹോദരങ്ങളെ സ്നേഹിക്കുമ്പോൾ നിറയുന്നതാണ്. അങ്ങനെ എൻ്റെ കൂടെയുള്ള സഹോദരങ്ങളെ ആഴപ്പെട്ട് സ്നേഹിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ? നമ്മൾ ഈ ഫരീസേരും ചുങ്കക്കാരെ പോലെയാ. യേശുവിനെ എന്നും ഭവനത്തിലേക്ക് വിളിച്ചതിന് ശേഷം അവൻ്റെ കുറ്റങ്ങളും കുറവുകളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ അതുപോലെയുള്ള വ്യക്തികളാണോ എന്ന് ചിന്തിക്കുക. മറ്റുള്ളവരുടെ വേദനകളും അതുപോലെ മറ്റുള്ളവരുടെ കുറവുകളും കണ്ട് ഇങ്ങനെ എപ്പോഴും കുറ്റപ്പെടുത്തി ഇങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണോ? അല്ലെങ്കിൽ ആ കുറവുകൾ മനസ്സിലാക്കി സ്നേഹിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്. നമ്മളെയും ദൈവം സ്നേഹിക്കുന്നില്ലേ? ഇതുപോലെ ആ ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് പോലെ നമുക്കും കാരുണ്യത്തോടുകൂടി എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ ആരെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഈ തമ്പുരാന്റെ സന്നിധിയിൽ നിൽക്കുമ്പോഴും ഓർക്കുക, ആരോടെങ്കിലൊക്കെ വെറുപ്പോടുകൂടിയാണോ, ആരെങ്കിലും ഞാൻ ഉപേക്ഷിച്ചിട്ടാണോ, ആരോട് കുറേ നാളായി കുറേ വ്യക്തികളോട് ഞാൻ സംസാരിച്ചിട്ട് അങ്ങനെയാണോ ഞാനിവിടെ നിൽക്കണേ? അങ്ങനെയാണെങ്കിൽ എൻ്റെ ഉള്ളിൽ ദൈവസ്നേഹം നിറയുമോ കുറയുമോ? ചിന്തിച്ചു നോക്കി. കുറയുകയല്ലേ ചെയ്യുക, കുറയാൻ അനുവദിക്കാതിരിക്കുക. വെറുപ്പുകളുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.